സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഇത് സത്യം പറഞ്ഞാൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് 100. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വൈറലായിട്ടുള്ള കോൾഗേറ്റ് പേസ്റ്റ് വെച്ചിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ കണ്ടിട്ട് തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ആ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്കൊന്ന് ലൈവായിട്ടൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കോൾഗേറ്റ് പേസ്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ബ്രൈറ്റ്നസ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൾഗേറ്റ് സ്കിന്നിന് അത്ര നല്ലതൊന്നുമല്ല, എന്നാൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫേസിൽ ചെയ്യുന്നില്ല കേട്ടോ, എന്നാൽ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഇത് ഈ പാക്കൊന്ന് റെഡിയാക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാം. പിന്നെ ഈ വീഡിയോ അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ലെമണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പകുതി ലെമൺ മതി കേട്ടോ. എൻ്റെ കയ്യിലുള്ള ലെമൺ എന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഒന്ന് ഉണങ്ങി പോയിട്ടുള്ള ഒരു ലെമണാണ്. അതാണ് ഞാൻ 2 ലെമൺ എടുത്തിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നീരൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ നമ്മൾ വെള്ളത്തിലതൊക്കെ അത് മാറ്റി കളയാം കേട്ടോ. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ലെമണിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. വേറെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതൊരു പകുതിയോളം ഞാൻ എടുത്തിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാമ്പു ആണ് വേണ്ടത്. ഇത് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ് ഇപ്പം ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനോ ആണ് കേട്ടോ. ഇതെന്തായാലും നമുക്ക് എന്തായാലും കിട്ടാത്ത സാധനമൊന്നുമല്ല, എന്നാൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വരിക എന്നൊക്കെ കേട്ടോ. ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പതഞ്ഞിട്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇനോ ഇട്ടത് കൊണ്ടാണ് പതഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പദമൊക്കെ കുറച്ച് താഴ്ന്ന് പോകണം. അപ്പോഴാണ്, കാരണം ഇനോയിൽ തരിതരിയായിട്ടാണ് ഉണ്ടാക്കുക. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് അലിഞ്ഞു പോകണം. ആ ടൈമിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ടത് കേട്ടോ. നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്നതിനെക്കാളും മുന്നേ ഞാൻ 2 കൈയുടെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. കാരണം നന്നായിട്ട് ടാൻ അടിച്ച് വന്നിട്ടുണ്ട് 2 കൈയിലും. ഇനി ഒരു കൈയുടെ പകുതി മാത്രം ആണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ കാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കാല് നന്നായിട്ട് ടാൻ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കാലിൽ എത്ര പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു 15 മിനിറ്റ് അവിടെ തന്നെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിടാം. അധികം ഡ്രൈ ആകുമോ ഇല്ലയൊന്നും അറിയില്ല, എന്നാലും 15 മിനിറ്റ് എന്നാണ് അതിൽ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നും വന്നിട്ടില്ല. എന്നാലൊരു 15 മിനിറ്റ് ഞാൻ കയ്യിലും അതേപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് വാഷ് ഔട്ട് ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയ്യിലേക്ക് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് വൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്നും അറിയില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു തോന്നിയിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഇത് സത്യം പറഞ്ഞാൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 100% അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും നമ്മുടെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മളിത് ഫുള്ളായിട്ട് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂടിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ 2 കൈ വെച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒന്ന് റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഇത് സ്കിന്നിൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇത് പിടിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഞാനും ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ല ഫേസിലേക്ക്. കാരണം വെച്ചാൽ കെമിക്കലായിട്ടുള്ള ഒരു ഇതാണ് നടക്കുന്നത് നമ്മളിതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഫേസിലേക്ക് നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ നമ്മൾ കയ്യിലും കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ടാൻ റിമൂവ് ആകുന്നുണ്ടോ വെച്ചാൽ നന്നായിട്ട് ടാൻ റിമൂവ് ആകുന്നുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലൂടെ ബൈ ബൈ.